വെൽക്കം ടു PSC പ്രാക്ടീസ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. ഒരുപാട് പേര് ചോദിച്ചതാണ് എങ്ങനെ പഠിച്ചെടുക്കണം എന്ന് അറിയണില്ല എന്ന്. ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഞാൻ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിച്ചത് എന്ന ഒരു ഐഡിയ കിട്ടും. അതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതുകൂടി കാണുകയാണെങ്കിൽ ഞാൻ തയ്യാറാക്കിയ നോട്ട്സും അതിനെക്കുറിച്ചൊക്കെ അതിൽ കാണാവുന്നതാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിച്ചെടുക്കണം ഒട്ടും ഐഡിയ ഇല്ലാത്തവർക്ക് ഞാനൊരു ഐഡിയ പറയുകയാണ്. അത് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിസംബർ മാസമാണ്, നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്, നമുക്ക് സമയമുണ്ട്, പ്രിലിംസൊക്കെ വരണേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് എന്തായാലും പഠിക്കണം. അതിന് മുൻപത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും പഠിച്ചിരിക്കണം. അപ്പോൾ കഴിഞ്ഞൊരു വർഷത്തെ എങ്ങനെ കവർ ചെയ്യണമെന്ന് വെച്ചാൽ, ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തെയും ഡീറ്റെയിൽഡായിട്ട് കറണ്ട് അഫയേഴ്സ് ഇടുന്ന ഒരു ചാനൽ ഞാൻ പറഞ്ഞു തരാം. ചാനൽ ഫോളോ ചെയ്തിട്ട് ഓരോ മാസത്തെയും എഴുതിയെടുക്കുക. ഒരാഴ്ച വെച്ചിട്ടൊക്കെ എഴുതിയെടുത്താൽ മതി. ഒരാഴ്ചയിൽ ഒരു മാസത്തെ എഴുതിയെടുത്ത് അത് പഠിച്ചെടുക്കുക. അതായത് ഒരു മാസത്തെ 50 എണ്ണം ഇടുന്ന 50 കറണ്ട് അഫയേഴ്സ് തരുന്നവരുണ്ട്, 100-120 തരുന്നവരുണ്ട്. ഡീറ്റെയിൽഡായിട്ട് കറണ്ട് അഫയേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുന്ന ചാനൽ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ മാസത്തെയും കവർ ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 മാസം പഠിക്കാനും കവർ ചെയ്യാനേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ ആ ഫ്ലോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അപ്പോൾ ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് എഴുതിയെടുക്കുമ്പോൾ എല്ലാ മേഖലയിലുള്ള ക്വസ്റ്റ്യൻസും അതിൽ വരും. കായികം, സാംസ്കാരികം, സാഹിത്യം, അതേപോലെ തന്നെ കുറേ പദ്ധതികൾ, ഇലക്ഷൻ, അങ്ങനെ ഒരു മാസത്തിൽ പല ഭാഗത്തു നിന്നുള്ള ഫാക്ട്സ് അതിൽ ഉൾപ്പെടും. അങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നമ്മുടെ മൈൻഡിൽ കയറുവാൻ എളുപ്പം. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഈ ബുക്കുമായിട്ട് റെഫർ ചെയ്ത്, അതായത് ഒരു 5 പേജ് ഉണ്ടായിരിക്കും, ഫുള്ള് പദ്ധതികൾ അങ്ങനെ ഇരുന്ന് പഠിക്കും. അത് പിന്നീട് ചോദിച്ചാൽ ഒന്നും ഒരു ഓർമ്മയുണ്ടാവില്ല, കൺഫ്യൂഷനാവും. അതേപോലെ തന്നെ സിനിമയ്ക്ക് കൊടുക്കുന്ന അവാർഡുകളുണ്ടല്ലോ, അതെല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങോട്ട് പഠിക്കും. അതും കൺഫ്യൂഷനാക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മാസം വെച്ച് പഠിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഈ ഒരു വർഷത്തെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഏറ്റവും ലാസ്റ്റാണ് ബുക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും കുറച്ചായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബുക്സ് റെഫർ ചെയ്യുന്നത് വളരെയധികം എളുപ്പമായിരിക്കും, പെട്ടെന്ന് കവർ ചെയ്ത് പോകും. പിന്നെ നമ്മൾ ഈ മന്ത്ലി കറണ്ട് അഫയേഴ്സ് എഴുതി വെച്ചിട്ട് മാത്രം പോരാ, പഠിച്ചിട്ട് കൃത്യമായ രീതിയിൽ റിവൈസ് ചെയ്യണം. കിട്ടാത്തത് ഒന്ന് ടിക്ക് ചെയ്യുക, അത് വീണ്ടും റിക്കളക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പിന്നീട് ആർജിക്കേണ്ട ഒരു ശീലമാണ് ന്യൂസ് പേപ്പർ മൊത്തം നമുക്ക് വായിക്കാനൊന്നും പറ്റില്ല, നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പേഴ്സ് പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലുകളുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കുക, അതെനിക്ക് യൂസ്ഫുള്ളായിട്ടുണ്ട്. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു എക്സാം സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഒരു 1-2 മാസം ഫോളോ ചെയ്തപ്പോൾ തന്നെ LD എക്സാമിന് എനിക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റി. അത് എല്ലാവരും റയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതിൽ എനിക്ക് പെട്ടെന്നത് പിക്ക് ചെയ്യാൻ പറ്റിയ ആൻസർ, അത് വളരെയധികം ഹെൽപ്ഫുള്ളായി. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽ കണ്ടുപിടിക്കുക, അത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുകയായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ മന്ത്ലി എഴുതി വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലുകളുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞു വെച്ചാൽ പിന്നീട് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് എപ്പോഴും ഇടും. അതായത് ചിലതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയവയായിരിക്കും, അത് വീണ്ടും കേട്ടിട്ട് മനസ്സിൽ തറാക്കി വയ്ക്കുക. ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ ബുക്ക് റെഫർ ചെയ്യേണ്ടത്. ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ഓരോ മാസത്തെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒന്നും കവർ ചെയ്തൊന്നും വരില്ല. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ ബുക്ക് തന്നെ വേണം. പിന്നെ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒരു ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും GKക്കും പോകുന്നത്. ഫോർ എക്സാമ്പിളിന് ഇപ്പോൾ കോഹ്ലിക്ക് ഒരു അവാർഡ്, ഒരു റെക്കോർഡ് കിട്ടി വിചാരിക്കുക, അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സും ഇതിൽ ഒരു
സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണല്ലോ, ഒരു ഓപ്ഷനായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ റെഫർ ചെയ്ത് പഠിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഫോളോ ചെയ്യേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ കറണ്ട് അഫയേഴ്സ് അതിൽ വരും. അപ്പോൾ കിട്ടാത്തവ അതിൽ നിന്നും എഴുതിയെടുക്കുക. അപ്പോൾ തന്നെ എഴുതിയെടുക്കുക. അപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ തന്നെ എഴുതിയെടുക്കുക. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുമ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാനും വിചാരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കേൾക്കുമ്പോൾ ഞാനും വിചാരിച്ചിരുന്നു ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മളുടെ എയിം എന്ന് പറയുന്നത് നമുക്കൊരു ജോലി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു ജോലി, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്, ഫോളോ ചെയ്ത് നോക്കുക.